പഴയന്നൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി. സർക്കാരിന്റെ നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് പ്രവേശിക്കുന്നതിന്റെ ഭാഗമായും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ CPM-ഉം പോലീസുകാരും ചേർന്ന് അകാരണമായി മർദ്ദിക്കുന്നതിലും പ്രതിഷേധിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. പഴയന്നൂർ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പ്രസിഡന്റ് അനീഷ് നിർവഹിച്ചു. VK മുരളീധരൻ, VK ശ്രീകുമാർ, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് T നിർമ്മല, T മുകുന്ദൻ, ഉണ്ണികൃഷ്ണൻ മാഞ്ചാടി, KJ രാധാകൃഷ്ണൻ, ബാലകൃഷ്ണൻ നായർ, മറ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പങ്കെടുത്തു. പോലീസെല്ലാം ഗുണ്ടകളല്ല, എന്നാലും ചില ഗുണ്ടകളുണ്ട്. ഗുണ്ടകളോടായി പറയുന്നു, കാക്കിക്കുള്ളിൽ പോലീസെങ്കിൽ, നിയമം ഞങ്ങൾ പാലിക്കും. കേരളത്തിലെ പോലീസിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ നടപടികൾക്കെതിരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ്. എല്ലാവരും ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് DYFI ഗുണ്ടകളും അതുപോലെ DYFI ഗുണ്ടകൾക്ക് കാവൽ നിന്നുകൊണ്ട് അവരോടൊപ്പം DYFI ഗുണ്ടകളെക്കാൾ പരമായി പോലീസും യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും പ്രവർത്തനത്തിനെതിരെ കലാപമുണ്ടാക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുക. എല്ലാ മുഖ്യമന്ത്രിമാരും രാജ്യം ഭരിക്കുന്നത് സ്വന്തം സംസ്ഥാനം കലാപരഹിതമായിരിക്കണം എന്നുള്ള അടിസ്ഥാനത്തിലാണെങ്കിൽ കേരള സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ സ്വന്തം സംസ്ഥാനത്തെ കലാപരൂഷിതമാക്കാനുള്ള ശ്രമങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള അക്രമങ്ങൾ നടത്തുന്ന DYFI ഗുണ്ടകളെയും അതുപോലെ അദ്ദേഹത്തിന്റെ ഗൺമാൻ അടക്കമുള്ള പോലീസിലെ ഗുണ്ടകളെയും ഒരുപോലെ ന്യായീകരിച്ചുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഭരണം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യകാരണങ്ങളെ സംബന്ധിച്ചൊക്കെ ഇന്ന് കോൺഗ്രസുകാരേക്കാൾ കൂടുതൽ അത് അതിനെപ്പറ്റി പ്രചരണം കൊടുക്കുന്നത് നമ്മുടെ ഭരണകക്ഷിയായ CPM-ന്റെ നേതാക്കന്മാരും DYFI-ക്കാരും കണ്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ നവകേരള സദസ്സിന്റെ പേരിൽ ഈ രാജ്യത്തെ കട്ടുമുടിക്കാനുള്ള ഒരു പുതിയ തന്ത്രവുമായി ഇറങ്ങിയിട്ടുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാര് 40 കള്ളന്മാർ ഒരുമിച്ച് ഒരു ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ തീരാത്ത പ്രശ്നങ്ങൾ, ഒട്ടനവധി ആളുകളുടെ ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ ഒന്നും പരിഹരിക്കുന്നതിന് പകരമായി വിഭവസമൃദ്ധമായ സദ്യ കൊണ്ടുകൊണ്ട് ടൂർ സംഘടിപ്പിച്ച ലോകത്തെ തന്നെ ഏറ്റവും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു മന്ത്രിസഭയാണ് കേരളത്തിലെ മന്ത്രിസഭ. അതിനെ പ്രതിഷേധിച്ച് കരികൊടി കാണിക്കുന്ന നമ്മുടെ KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകന്മാരെ പോലീസ് പിടിച്ചു നിർത്തുകയും DYFI-യുടെ ക്രിമിനലുകളും പോലീസിലെ ക്രിമിനലുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് അവരുടെ തല അടിച്ചു പൊട്ടിക്കുന്ന സംവിധാനവും കണ്ടു. നമ്മളേറെ സഹിച്ചു. നമ്മളൊക്കെ ചെറിയ ചെറിയ പ്രതിഷേധത്തിൽ ഒതുക്കിക്കൊണ്ട് ഇത് നാളെ തീരും, മറ്റന്നാൾ തീരും എന്ന പ്രതീക്ഷയിൽ നമ്മളൊക്കെ സമാധാനകാംക്ഷികളായ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം അത് നോക്കി നിന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സംഭവങ്ങൾ നമ്മളെ ആരെയും ബുദ്ധിമുട്ടിക്കുന്ന വികലാംഗരായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയെ പോലും വളഞ്ഞിട്ട് തല്ലുന്നത്, അത് തല്ലാൻ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പോലീസ് പിടിച്ചു നിർത്തിയിട്ടുള്ള വികലാംഗനെ തല്ലുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഗൺമാനാണ് എന്ന വിചിത്രമായ കാര്യം പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ എല്ലാവരും നേരിട്ടുണ്ട്.
അതിനെ പോലും ന്യായീകരിക്കുന്ന തെമ്മാടിയായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ. നമുക്കറിയാം ഇതൊക്കെ നമ്മുടെ അണയാൻ പോകുന്ന വിളക്ക് ആളിക്കത്തുന്നത് പോലെയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഇത് ആളിക്കത്തുകയാണ്. ഇപ്പോ ഡിവൈഎഫ്ഐ പ്രവർത്തകന്മാര് ഒരു വിഭാഗം ആളുകൾ ഇതിന്റെ പിന്നിൽ യാത്ര ചെയ്യുകയാണ്. നവകേരള സദസ്സിന്റെ ടീഷർട്ട് വിട്ടുകൊണ്ട് വെള്ള ഷർട്ട് വിട്ടുകൊണ്ട് നമ്മുടെ KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകന്മാർ പ്രതിഷേധിക്കുന്നത് തടയാനായിട്ടും അവരെ മർദ്ദിക്കുന്നതിനും വേണ്ടി ഒരു പ്രത്യേക ഗുണ്ടാ സംഘം ഇതിനോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസിന് ഒരുവിധം ക്രിമിനലുകളൊക്കെ തന്നെ പോലീസിനെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കേണ്ട ഗൺമാനാണ് ആ വടിയുമായിട്ട് പിന്നിൽ കാറിൽ സഞ്ചരിച്ചുകൊണ്ട് നമ്മുടെ ആളുകളെ മർദ്ദിക്കുന്നത്. നമ്മുടെ KPCC ഒരു കാര്യം തീരുമാനിച്ചു. നമ്മുടെ പ്രസിഡന്റ് പരമാവധി സഹിച്ചു. പരമാവധി ആത്മസംയമനം പാലിക്കണമെന്ന് കോൺഗ്രസുകാർ ചെറുപ്പക്കാരോടൊക്കെ ആവശ്യപ്പെട്ടു. പക്ഷേ ഇനി അത് നമുക്ക് തുറന്നു പോകാൻ കഴിയില്ല. അതിന്റെ കാര്യമാണ് ഇന്നലെ കൊല്ലത്തെ കരുനാഗപ്പള്ളിയിൽ വെച്ച് ഡിവൈഎഫ്ഐക്കാരും പോലീസും അനുഭവിച്ചത്. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന രീതിയിൽ ഹാഷ്ടാഗ് നമ്മുടെ പത്രങ്ങളിലും ഒക്കെ ന്യൂസായിട്ട് വരികയാണ്. നവകേരള സദസ്സ് എന്ന് പറഞ്ഞ് നമ്മളെല്ലാ സ്ഥലത്തും പറയുന്ന പോലെ ഒരു കോമാളി സദസ്സ് കാസർഗോഡിൽ നിന്ന് തുടങ്ങി ഇന്ന് കൊല്ലത്ത് ഇന്നലെ എത്തിയപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു രാഷ്ട്രീയ തീരുമാനം ഈ നവകേരള സദസ്സിനെ പ്രതിരോധിക്കാനോ പ്രതിഷേധിക്കാനോ രാഷ്ട്രീയ തീരുമാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുക്കുന്നില്ല. പക്ഷേ പൊതുസമൂഹം സഹികെട്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന രാജാവിനെ കരിങ്കൊടി കാണിക്കാൻ ചില പ്രദേശങ്ങളിൽ ചില യുവാക്കൾ ചില ചെറുപ്പക്കാർ തീരുമാനമെടുത്തതിന്റെ ഭാഗമായി പല സ്ഥലങ്ങളിലും കരിങ്കൊടി കാണിച്ചു. ആ കരിങ്കൊടി കാണിച്ച ആളുകളെ കേരളത്തിലെ പോലീസ് അതിക്രൂരമായി മർദ്ദിച്ച് അവർക്കെതിരെ കേസെടുത്തു. നമുക്ക് സഹിക്കാം. പോലീസ് 7.5 കൊല്ലമായി കേരളത്തിൽ നടത്തുന്ന പണി, ആ വീടുപണി ഇപ്പോഴും ചെയ്യുകയാണ്. ആ വീടുപണിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോഴും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോലീസ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ ഡിവൈഎഫ്ഐക്കാരനെ കൊണ്ടുവന്ന് അവരുടെ കയ്യിൽ ആയുധങ്ങൾ കൊടുത്ത് നമ്മുടെ കുട്ടികളെ തല്ലാൻ തുടങ്ങി. ഞങ്ങൾ നടത്തിയത് ഒരു രാഷ്ട്രീയ സമരമല്ല, ഇപ്പൊ നമ്മൾ നടത്തുന്ന രാഷ്ട്രീയ സമരം. ഇന്ന് കേരളത്തിൽ 564 പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. തന്തയ്ക്ക് പറഞ്ഞ ഡിവൈഎഫ്ഐക്കാരനോ CPIM-കാരനോ SFI-കാരനോ ചങ്കൂറ്റമുണ്ടെങ്കിൽ ഈ 564 സ്ഥലത്ത് ഞങ്ങൾ നടത്തുന്ന ജാതിയുടെ മുന്നിലേക്ക് വരുന്നടാ. തല്ല നമുക്ക് തല്ലി കാണിക്കാം, ആരാ ജയിക്കാൻ നോക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഞങ്ങൾ നടത്തുന്ന സമരങ്ങളെ തല്ലി ഒതുക്കാമെന്നൊരു ധാരണ CPIM-നോ SFI-ക്കോ DYFI-ക്കോ ഉണ്ടെങ്കിൽ നിങ്ങളവിടെ വെച്ചോ. സമരം കടന്നുപോയി. തൃശ്ശൂർ കടന്നു, നമ്മൾ കരിങ്കൊടി കാണിച്ചു. എറണാകുളത്ത് കരിങ്കൊടി കാണിച്ചു. ആലപ്പുഴയിൽ കരിങ്കൊടി കാണിച്ച നമ്മളുടെ സഹപ്രവർത്തകനെ പോലീസിനെ തല്ലാൻ പഠിപ്പിക്കും ക്യാമ്പുകളിൽ. ഇത്തരം സമരങ്ങൾ തല്ലി ഒതുക്കാൻ ഇടത്തും വലത്തും തല്ലുന്ന ഒരു സ്വഭാവമാണ് നടത്തുക. നമ്മളൊക്കെ പല സമരങ്ങൾ പങ്കെടുത്ത ആളുകളാണ്. ഒരു തേർഡ് റേറ്റ് ഗുണ്ട, ഒരു റിട്ടയർഡ് DYSP പറഞ്ഞ പോലെ കേരള പോലീസിലെ ഒരു ഗുണ്ട സുനിൽ പിണറായി വിജയന്റെ ഗൺമാൻ നമ്മളൊരു സഹപ്രവർത്തകനെ തലക്കടിച്ചപ്പോൾ നമ്മുടെ ബഹുമാനരായ KPCC പ്രസിഡന്റ് പറഞ്ഞു, ഞങ്ങൾ ഇതിനെ രാഷ്ട്രീയമായി ഏറ്റെടുക്കുകയാണ്, KPCC ഇതിനെ രാഷ്ട്രീയമായി ഏറ്റെടുക്കുകയാണെന്ന് പറഞ്ഞ് അവിടുന്ന് അങ്ങോട്ട് ജാഥ കൊല്ലത്തെത്തിയപ്പോ നമ്മൾ തിരിച്ചടിച്ചു അല്ലേ. അങ്ങനെ ഞങ്ങൾ കേരളത്തിൽ തിരിച്ചടിക്കാൻ തീരുമാനിച്ചാൽ കേരളത്തിലെ പോലീസിന് താങ്ങുമോ? കേരളത്തിലെ പോലീസിന് താങ്ങില്ല. അധ്യക്ഷൻ പറഞ്ഞതുപോലെ പഴയന്നൂർ പോലീസ് ഓടി കൊടുത്തുകൊണ്ട് പുല്ല് മുളക്കില്ല എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പോലീസ് നിങ്ങളുടെ കാക്കിയും ശമ്പളവും ഞങ്ങളുടെ നികുതിപ്പണമാണ്. നിങ്ങളുടെ ശരീരം നിങ്ങളുടെ സ്വന്തവും, അത് നിങ്ങൾ മറക്കേണ്ട. നിങ്ങളുടെ മസ്തിഷ്കം CPIM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിലുമാണെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളെ നിയന്ത്രിക്കുന്നത്, നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്, കേരളത്തിൽ നിങ്ങൾ കേസെടുക്കുന്നത്, കേരളത്തിൽ നിങ്ങൾ എടുക്കുന്ന നിയമപരമായ കാര്യങ്ങൾ നമ്മൾ കണ്ടില്ലേ. വണ്ടിപ്പെരിയാർ നമ്മൾ കണ്ടില്ലേ. ഒരു പിഞ്ചു കുഞ്ഞിനെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത കേരള പോലീസ്, ഒരു പിഞ്ചു കുഞ്ഞിനെ ആക്രമിച്ച ഒരു DYFI-കാരന് അനുകൂലമായി വിധി എഴുതിയ കേരളത്തിലെ പോലീസ്. ആ പോലീസ് പറയാ പിണറായി വിജയന് കരിങ്കൊടി കാണിക്കുന്നത്. എന്നാൽ ഞങ്ങൾ പിണറായി വിജയന് സ്വർണ്ണമാല കൊടുക്കാം. ഞങ്ങൾ എതിർക്കുന്നതേ, ഞങ്ങൾ ജനാധിപത്യപരമായിട്ടാണ് എതിർക്കുന്നത്. ഞങ്ങൾ എന്താ കരിങ്കൊടി കാണിച്ചാൽ ബുദ്ധിമുട്ടുണ്ടോ? പിണറായി വിജയൻ ഞാൻ എന്താ പറഞ്ഞ് ജനാധിപത്യത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് കരിങ്കൊടി. ഗവർണറോട് കാണിക്കാൻ കേട്ടോ. 6 മണിക്ക് വരുന്ന ഗവർണർക്ക് 4 മണിക്ക് പ്രതിരോധം സൃഷ്ടിച്ച് ആർഷോ അല്ലേ. എന്താ വീഡിയോ അല്ലേ? വായോ മോനെ, പൊന്നു മോനെ, മുണ്ടെടുക്കും മോനെ. നാണമുണ്ടോ പോലീസെ നിങ്ങൾക്ക്? നാണമുണ്ടോ? ആർഷോ മോനെ, വരും മോനെ, വണ്ടി കയറും, മറ്റേ ഒരു കുട്ടീനെ കരയല്ലേ മോളെ, കരയല്ലേ മോളെ.
ഞങ്ങൾ പറയുന്നതല്ല, ഞങ്ങളൊരു വീഡിയോ ആയിട്ട് പോകുന്നില്ല. ഞങ്ങളൊരു കാര്യം പറയാം, കേരളത്തിലെ പോലീസിന് ഈ മാനവും, കേരളത്തിലെ പോലീസിന് ഈ രാജ്യത്തെ അധികാരവും ശക്തിയും പ്രാപ്തിയും കഴിവും എല്ലാം ഉണ്ടാക്കിയത് ഞങ്ങളാണ്. ഞങ്ങളുടെ പ്രിയ നേതാവ് കെ കരുണാകരനാണ് കേരളത്തിലെ പോലീസിന് ഈ മാനം ഉണ്ടാക്കിയത്. ഞങ്ങൾ സാധാരണ പറയും, നിങ്ങൾക്ക് ഞങ്ങളുടെ മുദ്രാവാക്യത്തിലുണ്ട്, കേരളത്തിലെ പോലീസെ ട്രൗസർ മാറ്റി പാൻ്റാക്കിയ നിങ്ങൾ മറക്കണ്ട. അതുപോലെ നിങ്ങളെ ഇത്ര ശക്തമാക്കി നിർത്തിയിട്ട് ഈ തരത്തിൽ പോലീസിന്റെ എല്ലാ മാനവും അഭിമാനവും കളഞ്ഞൊരു സർക്കാർ, പിണറായി വിജയന്റെ സർക്കാർ, നാണം തോന്നുന്നില്ലേ? നിങ്ങൾ മനുഷ്യരല്ലേ? സ്വാഗത പ്രാസംഗിക അധ്യക്ഷനൊക്കെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് വിഷം കിട്ടുന്നേ. നിങ്ങളുടെ മനുഷ്യന്മാരാണ് നിങ്ങൾ. നിങ്ങളുടെ ഗതികേട്, ഇങ്ങനെ ഒരു വൃത്തികെട്ട ഭരണകൂടത്തിന് പ്രതിരോധം സൃഷ്ടിക്കേണ്ട ഗതികേട് വന്നപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഒരു സമരത്തിന് ആഹ്വാനം ചെയ്തു. ഞങ്ങൾ സമരം നിർത്തുന്നില്ല. നിങ്ങളുടെ തലതൊട്ടപ്പൻ പിണറായി വിജയന്റെ വീട്ടിലെ കൂലിക്കാരൻ DGPയുടെ ഓഫീസിലേക്ക് ഞങ്ങൾ 23-ാം തീയതി സമരം നടത്തുന്നുണ്ട്. ചെങ്കോട്ടയിൽ ഒരു മാഗസിൻ എഡിറ്ററായി മത്സരിച്ചു എന്നുള്ളതാണ് തെറ്റ്. അവൻ ഇന്നലെ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അവന്റെ തല വന്ന് തല്ലിപ്പൊളിക്കാനുള്ള തീരുമാനമെടുക്കാൻ കഴിഞ്ഞ CPIM നിങ്ങളോട് പുച്ഛമാണ്, പുച്ഛമാണ്, പുച്ഛമാണ്. ഇത്തിരി പോന്ന കുട്ടിയെ തല്ലാൻ നിങ്ങൾക്ക് നാണമുണ്ടോ? എന്നിട്ട് കേസെടുത്തതോ? ഈ രാജ്യത്തെ പട്ടികജാതിക്കാരനെ സംരക്ഷിക്കേണ്ട, ഈ രാജ്യത്തെ പട്ടികവർഗക്കാരനെ സംരക്ഷിക്കേണ്ട ശ്രീ കെ രാധാകൃഷ്ണന്റെ പാർട്ടി പറയുകയാണ് ആദിശേഷൻ നമ്പൂതിരി സുരേഷ് ബാബുവിന്റെ മകനെ. എന്നിട്ട് കേസോ പട്ടികജാതിക്കാരനെ തല്ലിയെന്ന് കേസ് കൊടുക്കാൻ പറഞ്ഞപ്പോ ആ കേസ് എടുക്കാൻ വേണ്ടി ഈ കാക്കി ഉടുപ്പുമിട്ട് പോകുമ്പോൾ, പ്രിയ പോലീസുകാരാ, നിങ്ങളോട് ലജ്ജ തോന്നുന്നു. ഞങ്ങളെ കേൾക്കുന്ന പോലീസുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, 2.5 വർഷമേ ഉള്ളൂ കേട്ടോ ഈ ഭരണം. ഈ 2.5 വർഷം കഴിഞ്ഞാൽ ഈ നിൽക്കുന്ന ആളുകളൊക്കെ ഇവിടെ തീരുമാനിക്കും, ഇവിടെ ഏതൊക്കെ പോലീസുകാരൻ എങ്ങനെയൊക്കെ ജോലി ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഞങ്ങൾക്ക് നിങ്ങളുടെ സംരക്ഷണം വേണ്ട. പക്ഷേ നിങ്ങൾ CPIM-ന്റെയും DYFI-യുടെയും വാക്ക് കേട്ട് ഈ രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും സ്വാതന്ത്ര്യവും സംരക്ഷിക്കാൻ നിങ്ങൾ മുന്നിട്ട് വന്നില്ലെങ്കിൽ കേരളത്തിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരങ്ങൾ ഞങ്ങൾ നടത്തുന്നത് CPIM-ന് തിരിച്ചറിവുണ്ടാവാനാണ്. ശ്രീ പിണറായി വിജയന് തിരിച്ചറിവുണ്ടാവാനാണ്. നിങ്ങൾ തിരിച്ചറിവുണ്ടായി ഈ നാട്ടിലെ യഥാർത്ഥ വിഷയങ്ങളിലേക്ക് വന്ന് ഇവിടുത്തെ പാവപ്പെട്ടവനെ സംരക്ഷിക്കാൻ, ഇവിടെ ബുദ്ധിമുട്ടുന്നവരെ സംരക്ഷിക്കാൻ, ഇവിടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സംരക്ഷിക്കാൻ, അതിനനുസരിച്ച് ഒരു ഭരണം നടത്താൻ ഇതിന് നേതൃത്വം കൊടുക്കുന്ന CPIM-നും പിണറായി വിജയനും സാധിക്കണം. അത് സാധിച്ചില്ലെങ്കിൽ ഇതുപോലുള്ള ഒട്ടനവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി കോൺഗ്രസിനുണ്ട്. കോൺഗ്രസ് അത് ഏറ്റെടുക്കും. ഈ കോൺഗ്രസ് എന്നും ഈ രാജ്യത്തെ പാവപ്പെട്ട ആളുകളോടൊപ്പം നിന്ന പാർട്ടിയാണ്, ഇവിടെ ബുദ്ധിമുട്ടുന്നവന്റെ കൂടെ നിൽക്കുന്ന പാർട്ടിയാണ്. ഞങ്ങളെന്നും അവരോടൊപ്പം ഉണ്ടാകും. അവരുടെ വാക്കായി ഈ നാട്ടിലുണ്ടാകും. ഞങ്ങളെ ഭയപ്പെടുത്താനോ പേടിപ്പിക്കാനോ ഭീഷണിപ്പെടുത്താനോ ഞങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾ വരേണ്ടതില്ല. അതിന് ഈ പറയുന്ന പോലീസിന്റെ കുടപിടിക്കലും ആവശ്യമില്ല. ഈ സമരത്തിന്റെ സൂചന മാത്രമാണ് ഇത്. നിങ്ങൾ അംഗീകരിച്ചുകൊണ്ട് നിങ്ങളുടെ നിലപാടുകളിൽ മാറ്റം വരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പഴയന്നൂർ തിരുവല്ലാമല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ കോൺഗ്രസ്